Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today we will be discussing about the investment appraisal techniques. In the last class we have learned about capital budgeting and the process included in capital investment. In that we have said about the evaluation of alternatives. While selecting an investment proposal, we select different alternatives and evaluate each of the alternative. Today we are going to discuss about the different investment appraisal techniques, the techniques used to evaluate an investment proposal. The methods of investment appraisal falls under two broad heads, traditional and modern. The traditional methods include payback period method and accounting rate of return. Payback period method, technique that recognize payback of capital employed. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എമൗണ്ട് എത്ര നാൾ കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തുന്ന മെത്തേഡാണ് പേബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. എത്ര വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് റിക്കവർ ചെയ്യാമെന്ന് കണ്ടെത്തുന്ന മെത്തേഡാണ് പേബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. Accounting rate of return, technique that use the accounting profit for project evaluation. ഒരു പ്രോജക്റ്റിന്റെ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ. ആൻഡ് ദ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ഓർ മോഡേൺ മെത്തേഡ്സ്, ടെക്നിക് ദാറ്റ് റെക്കഗ്നൈസ് ദ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റിന്റെ ടൈം വാല്യൂ, അതായത് നമ്മൾ ഇന്ന് ചെലവാക്കുന്ന പൈസയുടെ മൂല്യം ഒരു 5 വർഷം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും സെയിം വാല്യൂ ആയിരിക്കില്ല. വാല്യൂ വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ടൈം. അതിനാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്ത ടെക്നിക്സ് ആണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്ന് പറയുക. അതിൻ്റെ അകത്ത് വരുന്ന മെത്തേഡ്സ് ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരിയഡ് മെത്തേഡ്. So in today's section we will be discussing the payback method in detail. The payback period is usually expressed in years, which takes the cash inflows from the capital investment project to equal the cash outflows. അപ്പോൾ പേബാക്ക് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇയേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എത്ര വർഷം കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ടോട്ടൽ ക്യാപിറ്റൽ എത്ര വർഷം കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പേബാക്ക് പീരീഡ് കൊണ്ട് നമ്മൾ കണ്ടെത്തുന്നത്. While deciding 2 or more projects, the usual decision is to accept the one with shortest payback. അതായത് ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിൻ്റെ അകത്ത് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഈ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേബാക്ക് പീരീഡ് മെത്തേഡ് യൂസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് ഉള്ളപ്പോൾ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും, ഏത് പ്രോജക്റ്റിനാണ് ഷോർട്ടസ്റ്റ് പേബാക്ക് പീരീഡ്, അതായത് നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്രയും വർഷങ്ങൾക്കുള്ളിൽ, ഏറ്റവും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഏത് പ്രോജക്റ്റാണ് റിട്ടേൺ തരുന്നത് ആ പ്രോജക്റ്റിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. In this method, calculation of recovery time by accumulation of cash inflow year by year until the cash inflow equal the amount of original investment. നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ടോട്ടൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഇയർ ബൈ ഇയർ എത്ര ക്യാഷ് ഇൻഫ്ലോസ്, എത്ര ഇൻകം ഉണ്ടാവുന്നു, വരുമാനം എത്രത്തോളം ഉണ്ടാവുന്നു, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു ക്യാഷ് ഔട്ട്ഫ്ലോ ആവുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ പേബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. എത്ര വർഷം കൊണ്ട് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആകുന്നു, അതിനെയാണ് നമ്മൾ പേബാക്ക് പീരീഡ് എന്ന് പറയാം. The length of time this process takes gives the payback period for the project. എത്ര നാൾ അല്ലെങ്കിൽ എത്ര ടൈം എടുക്കുന്നു റിക്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഫ്ലോസ് വഴി നമ്മൾ റിക്കവർ ചെയ്തത്, ഇത് ഈ ഒരു പീരീഡിനെയാണ് നമ്മൾ പേബാക്ക് പീരീഡ് എന്ന് പറയാം. Now let us look into the computation of payback period. എങ്ങനെ പേബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം? ഇഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈസ് യൂണിഫോം, അതായത് എല്ലാ വർഷവും നമുക്കുണ്ടാവുന്ന ഇൻഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന വരുമാനം എല്ലാ വർഷവും ഒരേപോലെയാണ്, എല്ലാ വർഷവും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് പേബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. പേബാക്ക് പീരീഡ് ഈക്വൽ ടു ക്യാഷ് ഔട്ട്ഫ്ലോ ഡിവൈഡഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ ഓർ original cost of project divided by annual
ക്യാഷ് ഇൻഫ്ലോ. അതായത് നമ്മുടെ ബിസിനസ്സിന് നമുക്ക് എത്ര ചിലവായി, ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമുക്ക് ആ പ്രോജക്റ്റിന് എത്ര രൂപ ചിലവായി ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. ഒരു വർഷം നമുക്ക് എത്ര ഇൻഫ്ലോ ഉണ്ടാകുന്നു, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു ഒറിജിനൽ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് യൂണിഫോം ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ഉള്ള സമയത്താണ്, അതിൻ്റെ അർത്ഥം എല്ലാ വർഷവും ഒരേപോലെയാണ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. The computation is made on the base cash inflow after tax but before depreciation. നമ്മൾ ഈ ക്യാഷ് ഇൻഫ്ലോ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോയിൽ നിന്നും എന്ത് കുറച്ചിരിക്കണം, ആഫ്റ്റർ ടാക്സ് എമൗണ്ട് ആയിരിക്കണം. ടാക്സ് എമൗണ്ട് കുറയ്ക്കുകയും വേണം, ബട്ട് ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ പാടില്ല. ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതും പക്ഷേ ടാക്സ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടുമാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. Now let us go through an illustration to understand the calculation of payback period. A project costs rupees 50,000 and yield an annual cash inflow of rupees 10,000 for 7 years. Calculate payback period. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. A project cost rupees 50,000. ഓവറോൾ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 rupees. ഒരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിന് നമുക്ക് മൊത്തത്തിൽ ചിലവാകുന്നത് 50,000 രൂപയാണ്. ആൻഡ് yield an annual cash inflow of rupees 10,000 for 7 years. 7 വർഷത്തേക്ക് ആനുവലി 10,000 rupees ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു യൂണിഫോം ക്യാഷ് ഇൻഫ്ലോ ആണ്. എല്ലാ വർഷവും 7 വർഷത്തേക്ക് എല്ലാ വർഷവും നമുക്ക് 10,000 രൂപ വെച്ച് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകും. അപ്പോൾ ഒരു യൂണിഫോം ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ നമുക്ക് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒറിജിനൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇവിടെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്, 50,000 rupees ആണ് ഒറിജിനൽ കോസ്റ്റ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 10,000 rupees. രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 years. അപ്പോൾ നമ്മുടെ പേ ബാക്ക് പീരീഡ് എത്രയാണ്, 5 years ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഒരു 50,000 രൂപ ചിലവാകുന്ന ഒരു പ്രോജക്റ്റ് എല്ലാ വർഷവും 10,000 രൂപ വെച്ച് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത 50,000 rupees റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയുന്നത്. Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today we will be discussing about the investment appraisal techniques.
when annual cash inflows are not uniform. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലംസിലെല്ലാം നമ്മൾ പറഞ്ഞത് എല്ലാ വർഷവും നമുക്കുണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോ ഒരേപോലെ ആയിരിക്കുമ്പോൾ ആദ്യത്തെ പ്രോജക്റ്റിൽ എല്ലാ വർഷവും 10,000 ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രോജക്റ്റിൽ എല്ലാ വർഷവും 1,00,000 ആയിരുന്നു. അപ്പോൾ യൂണിഫോം എമൗണ്ട് ആയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ യൂണിഫോം എമൗണ്ട് അല്ലാതെ പല വർഷവും പല എമൗണ്ട് വരികയാണെങ്കിൽ ആദ്യത്തെ വർഷം 20,000, രണ്ടാമത്തെ വർഷം 30,000, അങ്ങനെ പല എമൗണ്ടിലാണ് ക്യാഷ് ഇൻഫ്ലോ വരുന്നതെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Payback period can be found out by adding up the cash inflows until the total equal to the initial cash outflow of the project. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് പല ക്യാഷ് ഇൻഫ്ലോ ആണെങ്കിലും എല്ലാ വർഷവും പല ക്യാഷ് ഇൻഫ്ലോ ആണെങ്കിലും ഇതിനെല്ലാം ആഡ് ചെയ്ത് നമ്മുടെ ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോവുമായിട്ട് ഈക്വൽ ആകുമ്പോൾ ഏത് വർഷത്തിലാണ് നമ്മുടെ ടോട്ടൽ ക്യാഷ് ഫ്ലോ ആയിട്ട് ഈക്വൽ ആവുന്നത് ആ വർഷമാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ ക്യുമുലേറ്റഡ് ക്യാഷ് ഇൻഫ്ലോ when the period is nearest to the inflow plus proportionate of the months by calculating the cash inflow by initial outflow. അതായത് നമ്മൾ ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനൊന്ന് പറയാം. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം 20,000, രണ്ടാമത്തെ വർഷം 30,000, അങ്ങനെ പല എമൗണ്ട് ആകുമ്പോഴത്തേക്കും ചില വർഷത്തിൻ്റെ മൂന്നാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും നമ്മുടെ എമൗണ്ട് ഒറിജിനൽ ക്യാഷ് ഔട്ട്ഫ്ലോയിലേക്ക് ഈക്വൽ ആവാതെയും അതിനുശേഷമാണ് ഈക്വൽ ആവുന്നതെങ്കിൽ 2 വർഷത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ വരുന്നതെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Now let us look into an illustration which includes non-uniform cash inflow. Calculate payback period from the following information. Initial cost of project M and N is 1 lakh each. Cash flow for 5 years are given below. അതായത് ഒരു പ്രോജക്റ്റിൻ്റെ ഇനീഷ്യൽ എമൗണ്ട് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. 2 പ്രോജക്ട്സ് ആണ് തന്നിരിക്കുന്നത്, പ്രോജക്റ്റ് എം ആൻഡ് പ്രോജക്റ്റ് എൻ. ഇതിൽ നിന്നും ഏത് പ്രോജക്റ്റ് ആണ് നമുക്ക് ഫീസിബിൾ എന്ന് കണ്ടെത്താനാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 പ്രോജക്റ്റിനും ഇനീഷ്യൽ കോസ്റ്റ് 1,00,000 രൂപ തന്നെയാണ്. പിന്നീട് അടുത്ത 5 വർഷത്തേക്കുള്ള കമ്പനീസിൻ്റെ പ്രോജക്റ്റ് പിൻ്റെയും പ്രോജക്റ്റ് എന്നിൻ്റെയും ക്യാഷ് ഇൻഫ്ലോസ് ആണ് തന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നോൺ യൂണിഫോം ആണ്. ഓരോ വർഷവും പല രീതിയിലാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ വന്നിരിക്കുന്നത്. 20,000, 30, 50, അങ്ങനെ ഡിഫറെൻറ്റ് 5 വർഷം ഉണ്ടെങ്കിൽ 5 വർഷവും പല ഡിഫറൻസ് ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാം? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു പേ ബാക്ക് പീരിയഡ് നോൺ യൂണിഫോം ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുമ്പോൾ പേ ബാക്ക് പീരിയഡ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇത്തരത്തിലൊരു ടേബിൾ വരയ്ക്കുക. അതിൽ ഫസ്റ്റ് കോളത്തിൽ ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ് എഴുതുക. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ എന്ന് എഴുതുക. എന്നിട്ട് പ്രോജക്റ്റ് എമ്മിൻ്റെയും പ്രോജക്റ്റ് എന്നിൻ്റെയും ക്യാഷ് ഇൻഫ്ലോസ് എടുത്ത് എഴുതുക. പ്രോജക്റ്റ് എമ്മിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് ആണ് 20,000 ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ 20,000, തേർഡ് ഇയറിൽ 30,000, ഫോർത്ത് ഇയറിൽ 30,000 ആൻഡ് ഫിഫ്ത്ത് ഇയറിൽ 50,000. അതേപോലെ തന്നെ പ്രോജക്റ്റ് എന്നിൻ്റെയും എടുത്തിടുക. ഇതിന് ശേഷം അതിന് തൊട്ടടുത്ത കോളത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അതായത് ആദ്യത്തെ വർഷത്തെ പ്രോഫിറ്റും രണ്ടാമത്തെ വർഷത്തെ പ്രോഫിറ്റും നമ്മൾ ആഡ് ചെയ്യുക. പിന്നീട് രണ്ടാമത്തെ വർഷത്തിൻ്റെയും മൂന്നാമത്തെ വർഷം നമ്മൾ ആഡ് ചെയ്യുക. അതായത് നമുക്കുള്ള എല്ലാ വർഷത്തിൻ്റെയും ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ്. ഇത്തരത്തിൽ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്യുമുലേറ്റ് ചെയ്ത് ഏത് വർഷമാവുമ്പോഴാണ് നമുക്ക് 1,00,000 ആവുന്നത്, അതായത് നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈക്വൽ ആവുന്നത് ഏത് വർഷമാണ്, അതാണ് നമ്മുടെ പേ ബാക്ക് പീരിയഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ പ്രോജക്റ്റ് എമ്മിൻ്റെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിന് 20,000ഉം സെക്കൻഡ് ഇയറിന് 20,000ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40,000 എന്ന് കിട്ടും. അതിനുശേഷം തേർഡ് ഇയറിൽ 40,000 പ്ലസ് 30,000 70,000, ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോൾ ആ 70,000 പ്ലസ് 30,000, അങ്ങനെ നമുക്ക് ഫോർത്ത് ഇയറിൽ 1 lakh എന്ന നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഈക്വൽ ആകും. അതേപോലെ തന്നെയാണ് പ്രോജക്റ്റ് എന്നിൻ്റെ അകത്ത്. പ്രോജക്റ്റ് എന്നിൻ്റെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിനെ സെക്കൻഡ് ഇയറിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 50,000 പ്ലസ് തേർഡ് ഇയറിൽ ആഡ് ചെയ്യും 45,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 95,000. ഫോർത്ത് ഇയറിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർത്ത് ഇയറിൽ അവരുടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 പ്ലസ് 95,000 ചെയ്യുമ്പോൾ നമുക്ക് 1,20,000 കിട്ടും. അതായത് നമ്മുടെ 1,00,000-നെക്കാട്ടിലും എമൗണ്ട് കൂടിപ്പോകും. അതിൻ്റെ അർത്ഥം എന്താണ്? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 4ാമത്തെ വർഷത്തിൻ്റെയും 3ാമത്തെ വർഷത്തിൻ്റെയും ഇടയ്ക്കാണ് നിൽക്കുന്നത്. ഈ ഒരു 2 വർഷത്തിൻ്റെ ഇടയ്ക്കാണ്. അതായത് 3 വർഷവും കുറച്ച് മാസങ്ങളും കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ആകും. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് എമ്മിൻ്റെ പേ ബാക്ക് പീരീഡ് ഫോർത്ത് ഇയർ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. എങ്ങനെ കണ്ടുപിടിച്ചത്? 4ാമത്തെ വർഷമായപ്പോഴാണ് നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 1 lakh-ഉമായിട്ട് ഈക്വൽ ആയത്. അതുകൊണ്ടാണ് പ്രോജക്റ്റ് എമ്മിനെ ഫോർത്ത് ഇയറിലാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് എന്നിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്
തേർഡ് ഇയർ ആയപ്പോഴത്തേക്കാണ് നമുക്ക് 95,000 ആയത്. അതായത് 1 ലക്ഷം എത്താനായിട്ട് ഇനി ബാലൻസ് 5,000 കൂടെ മതി. പക്ഷേ നമ്മുടെ 4ാമത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ 20,000 ആഡ് ചെയ്യുമ്പോൾ 1,20,000 വരെ എത്തും. നമുക്ക് അതല്ല വേണ്ടത്, 1 ലക്ഷം ആവുന്നത് എപ്പോൾ, അതാണ് നമ്മുടെ പേ ബാക്ക് പീരീഡ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തേക്കുന്നത്. 3 + 5,000 ഡിവൈഡ് ബൈ 20,000. അപ്പോൾ എന്താണ് 3, എന്താണ് 5,000, എന്താണ് 20,000? 3 എന്ന് പറയുന്നത് 3ാമത്തെ വർഷം എത്തിയപ്പോഴാണ് നമുക്ക് 95,000 ആയത്. ബാലൻസ് 5,000 കൂടെ ഉള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്ത് വന്ന വർഷം ഏതാണ്? 1 ലക്ഷത്തിനോളം ഏറ്റവും അടുത്ത് വന്ന വർഷം, അതാണ് നമ്മൾ 3 എന്ന രീതിയിൽ അവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. പ്ലസ് 5,000 ബാലൻസ് എത്ര എമൗണ്ട് ഉണ്ട്? 3ാമത്തെ വർഷം നമുക്ക് 95,000 ആണ്. ഇനി 1 ലക്ഷം എത്താനായിട്ട് ബാലൻസ് 5,000 ഉണ്ട്. അപ്പോൾ ആ എമൗണ്ടാണ് നമ്മൾ 5,000 കാണിച്ചിരിക്കുന്നത്. ഡിവൈഡ് ബൈ 4ാമത്തെ വർഷത്തെ ഇൻഫ്ലോ എത്രയാണ്? 20,000. 4ാമത്തെ വർഷത്തിൻ്റെ ഇൻഫ്ലോ ആണ് 20,000. ആ എമൗണ്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 years and 3 months എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക പേ ബാക്ക് പീരീഡ്. 3 വർഷവും 3 മാസവും കഴിയുമ്പോൾ നമുക്ക് എന്ത് തിരിച്ചു കിട്ടും? 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ പ്രോജക്റ്റിൻ്റെ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നും ഏത് പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഉറപ്പായിട്ടും പ്രോജക്റ്റ് എൻ ആയിരിക്കും. കാരണം എന്താണ്? പ്രോജക്റ്റ് എം 4 വർഷം എടുത്തു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാൻ. പക്ഷേ പ്രോജക്റ്റ് എൻ 3 വർഷവും 3 മാസവും കൊണ്ട് നമ്മൾ റിക്കവർ ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് എൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ടെക്നിക്കായ പേ ബാക്ക് പീരീഡിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ പേ ബാക്ക് പീരീഡ് എന്താണ്, ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ S2 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചതും പ്രോബ്ലംസ് എല്ലാം ക്ലാസ്സിൽ തന്നെ വർക്കൗട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് 2 പ്രോബ്ലംസ് ആണ് ഞാൻ തന്നേക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രോജക്റ്റ് കോസ്റ്റ് ₹5 lakh and yield annually a profit of ₹80,000 after depreciation at 12% per annum and before tax at 50%. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്. നമ്മൾ ആദ്യമേ ഇക്വേഷൻ ചെയ്ത പോലെ ഒരു യൂണിഫോം ക്യാഷ് ഇൻഫ്ലോ ആണ്. 80,000 എന്നുള്ളത് യൂണിഫോം ക്യാഷ് ഇൻഫ്ലോ ആണ്. പക്ഷേ ഡിപ്രീസിയേഷനും ടാക്സും കൺസിഡർ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ പേ ബാക്ക് പീരീഡ് ഓഫ് എ പ്രോജക്റ്റ് വിച്ച് റിക്വയർസ് എ ക്യാഷ് ഔട്ട്ലേ ഓഫ് ₹12,000 ആൻഡ് ജനറേറ്റ് എ ക്യാഷ് ഫ്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഒരു നോൺ യൂണിഫോം ക്യാഷ് ഇൻഫ്ലോയുടെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 12,000 ആണ് നമ്മുടെ ഓവറോൾ എക്സ്പെൻസ്. നമുക്കുണ്ടായിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ കണ്ടെത്താം? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പ്രോബ്ലം പോലെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പ്രോബ്ലംസും ചെയ്ത് നോക്കുക. ആൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടുന്നോ ഇല്ലയോ എന്ന് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.